എല്ലാവരെയും ക്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് കണ്ട കുറേ ആളുകൾ, അതായത് കലണ്ടറിൻ്റെ ക്ലാസ് കണ്ട കുറേ ആളുകൾ കമൻറ്റ് ചെയ്തു, സാർ ക്ലോക്കിൻ്റെ വീഡിയോ കൂടി ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് സമയം വൈകി എന്നറിയാം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കുറച്ച് തിരക്കുകളിലായിപ്പോയി. നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമി തൃശ്ശൂർ, കോഴിക്കോട്, കൊട്ടാരക്കര, അതേപോലെ കൊല്ലം, ട്രിവാൻഡ്രം ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് 11-ാം തീയതി വരെ ബാച്ച് ഓപ്പണിംഗ് ആണ്. ഓഫ്ലൈൻ്റെ ബാച്ച് ഓപ്പണിംഗ് ആയിരുന്നു. ഇനി അത് വേറൊരു കാര്യം കൂടെ അതുകൊണ്ടൊന്ന് സൂചിപ്പിച്ചേക്കാം. നിങ്ങൾ ആർക്കെങ്കിലും ഈ വർഷം എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓഫ്ലൈനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർ ജൂൺ ഫസ്റ്റ് വീക്ക്, എല്ലാ മന്തും നമുക്ക് ബാച്ച് ഓപ്പണിംഗ് ഉണ്ട്. ജൂൺ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജൂൺ ഫസ്റ്റ് വീക്ക് നമ്മുടെ തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം അക്കാഡമികളിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിവരവും കൂടെ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി വൈകിപ്പോയെങ്കിലും ഞാൻ ടോപ്പിക്കിലേക്ക് പോയി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എക്സാം വരാനിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക് ഒന്ന് നോക്കാം. ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടായിട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഐഡിയ ഉള്ള സാധനമാണ്. ഞാനത് ജസ്റ്റ് പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയാം. ഇപ്പോൾ ക്ലോക്കിനകത്ത് ഇങ്ങനെ 3 സൂചികൾ ഉള്ളതായിട്ട് അറിയാം അല്ലേ? ഏറ്റവും ചെറിയ സൂചി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അവർ ഹാൻഡാണ്. അതിന് ശേഷം മീഡിയം ആയിട്ട് വരുന്നത് മിനിറ്റ് ഹാൻഡ്, കണ്ടോ? അതിനുശേഷം വരുന്ന ഏതാ? നമ്മുടെ സെക്കൻഡ് ഹാൻഡ്. അപ്പം നമുക്കിവിടെ പലപ്പോഴും പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വരുന്നത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡ്, ഒരു സമയം തന്നിട്ടേ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിളൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൂടുതലായിട്ടും ചോദിച്ച് കാണാറുള്ളത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പം ഇതിപ്പോൾ അവർ ഹാൻഡാണ്, ഇത് മിനിറ്റ് ഹാൻഡാണ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളൊക്കെ കണ്ടുപിടിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കൃത്യമായിട്ട് അറിയണം. ഒരു സർക്കുലർ ഷേപ്പിലാണ് ഈ സാധനം തന്നിരിക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ഒരു ക്ലോക്കിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഒരു സർക്കുലർ സ്ട്രക്ചറിലായിരിക്കും വരുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 12 ഈക്വൽ പാർട്ടുകളായിട്ട് 1, 2, 3 എന്നും പറഞ്ഞ് 12 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അപ്പം 360 ഡിഗ്രിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? 12 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? വളരെ സിമ്പിളായിട്ട് പറയാം, 360 ഡിവൈഡഡ് ബൈ 12 എത്ര വരും? 30 ഡിഗ്രി ആയിരിക്കും. അതാ ഇവിടെ കാണിച്ചേക്കുന്നത്. ഒരു പാർട്ട്, അതായത് 2 സമയങ്ങൾ തമ്മിലുള്ള ആ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും വരുന്നത്? 30 ഡിഗ്രി ആയിരിക്കും വരുന്നത്. തർക്കമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ ആ സർക്കുലർ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ടൈമുകളുടെ ആ ഒരു അറേഞ്ച്മെന്റ് ആണ്. ഒരു കറങ്ങി തീരുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലർ ഷേപ്പ് എന്ന് വെച്ചാൽ എത്ര വരുന്നത്? 360 ഡിഗ്രിയാണ്. ആ 360 ഡിഗ്രിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 12 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ആ ഒരു പാർട്ട്, ദാണ്ട് ഈ ഒരു പീസ് എത്രയാണ് വരുന്നത്? ഈ ഒരു പീസ് എത്രയായിരിക്കും വരുന്നത്? സിമ്പിളായിട്ട് നമുക്ക് പറയാം 30 ഡിഗ്രി. അതെങ്ങനെ? 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30 കിട്ടും. സോ ഒരു 1 പാർട്ട് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി ഒന്നുകൂടി നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന ഫോർമാറ്റിൽ ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. സിമ്പിളായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 12 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Therefore 1 part is equal to എത്രയാണ് വരുന്നത്? 360/12 നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇതെല്ലാവരും നോട്ട് ചെയ്തല്ലോ. ഇനി അതുപോലെ തന്നെ വളരെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പം മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ഒരു പ്രത്യേകത. മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് പോയി എന്നിരിക്കട്ടെ, 60 മിനിറ്റ്. അപ്പോൾ എന്താ പ്രത്യേകത അവർ ഹാൻഡിന് ഉണ്ടാവുക? മിനിറ്റ് ഹാൻഡ് ഇവിടുന്ന് ഇപ്പോൾ തുടങ്ങി 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 12ലാണ് ഇപ്പം അവർ ഹാൻഡ് നിൽക്കുന്നതെങ്കിൽ അയാൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? സമയം 1ലേക്ക് പോകും അല്ലേ? 12ൽ നിന്ന് മിനിറ്റ് ഹാൻഡ് ആ 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അപ്പം മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം എത്ര ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ടാവും? ആ 12ൽ നിന്ന് 1ലേക്ക് പോയാൽ 30 ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 60 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര അവർ ഹാൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒരു മിനിറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഹാൻഡ് എത്രയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്? 30/60 എത്ര? ½ ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു പരിപാടിയാണ്. എന്താണ്? മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ഈ പ്രത്യേകത. എന്താ പ്രത്യേകത? മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം അവർ ഹാൻഡ് എത്ര ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക? 30 ഡിഗ്രി. തർക്കമൊന്നുമില്ലല്ലോ. ആണ്ട് ഇങ്ങനെ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം 12ൽ നിന്ന് സമയം 1ലേക്ക് മാറും. അല്ലെങ്കിൽ 2ലാണ് അവർ ഹാൻഡ് ഇരിക്കുന്നതെങ്കിൽ അത് എന്തിലേക്ക് മാറും? 3ലേക്ക് മാറും. അതായത് 30 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും.
അപ്പോൾ വിച്ച് മീൻസ് ദാറ്റ് ഒരു മിനിറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്യുമ്പം അവർ ഹാൻഡ് എത്ര ഡിഗ്രിയുടെ മൂവ്മെന്റ് ആയിരിക്കും നടത്തുന്നത്? 1/2 ഡിഗ്രിയുടെ മൂവ്മെന്റ് ആയിരിക്കും. ഇത് നമുക്ക് ഗുണം ചെയ്യും. ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 20 മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്തു, അപ്പൊ അവർ ഹാൻഡ് എത്ര പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20ന്റെ പകുതി എടുത്താൽ മതി. കാരണം ഹാഫ് ഡിഗ്രി അല്ലേ, എത്ര 10 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്തേക്കുന്നത്. ഇനിതാ 45 മിനിറ്റ് മൂവ് ചെയ്തു എന്ന് പറയുന്നു മിനിറ്റ് ഹാൻഡ്. അങ്ങനെയാണെങ്കിൽ അവർ ഹാൻഡ് എത്ര ആയിരിക്കും? 45ന്റെ പകുതി എത്ര? 22.5 ഡിഗ്രി ആയിരിക്കും മൂവ് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു പരിപാടി, ഈ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇത്ര ഇൻഫർമേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതിനകത്തെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയണ്ടേ? വാ. ടൈം 1:20, സമയത്ര 1:20. അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലോക്ക് ഒന്ന് വരച്ചു തരാൻ പോവാം. ഇതാ എൻ്റെ ക്ലോക്കിൻ്റെയോ സർക്കിളിൻ്റെയോ ഷേപ്പ് നോക്കി നിങ്ങൾ കളിയാക്കിയൊന്നും വേണ്ട. ഇതാ നമുക്ക് നോക്കാം. 12, 3, 6, 9 അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് എന്താ? 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, ഇവിടെ എന്ത് വരുന്നുണ്ട്? 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും അല്ല മക്കളെ കേട്ടോ. 7 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, പിന്നെന്താ 10 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്. ഒരു ക്ലോക്ക്, ഏകദേശം ഒരു ക്ലോക്ക് ഞാനങ്ങ് വരച്ചു എന്ന് കൂട്ടിയാൽ മതി നിങ്ങൾ. ഓക്കെ, ശരി. സമയം എത്ര മക്കളെ? 1:20. 20 എന്ന് പറയുമ്പം കൃത്യമായിട്ട് മിനിറ്റ് ഹാൻഡ് എവിടെ ആയിരിക്കും നിൽക്കുന്നത്? പറ. ഇവിടെ 30, ഇത് 25. അപ്പൊ 20 എന്ന് പറയുമ്പോൾ കറക്റ്റ് മിനിറ്റ് ഹാൻഡ് 4ന്റെ അടുത്തായിരിക്കും നിൽക്കുന്നത്. 1:20 എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, 1ൽ നിന്ന് കുറച്ചൊന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവർ ഹാൻഡ്, ശരിയല്ലേ? 1ൽ നിന്ന് കുറച്ചൊരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടാവുമല്ലോ. 1ൽ നിന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യും 1:20 എന്ന് പറയുമ്പോൾ, അല്ലേ? നേരെ ഇത്രയും ഇത് 60 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നേരെ എവിടെ എത്തും? 2ലെത്തും. അപ്പൊ നമുക്ക് എന്താ? 1ൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട് അവർ ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് കറക്റ്റ് 1:20 ആയതുകൊണ്ട് അപ്പൊ ഇതല്ലേ മക്കളെ സമയം 1:20. അപ്പം ഈ സമയത്ത് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും മേക്ക് ചെയ്യുന്ന ആംഗിളായ ഈ തീറ്റ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്ര? 30 ഡിഗ്രിയാന്ന് നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഈ ഒരു പാർട്ട് എത്ര? 30 ഡിഗ്രി. അപ്പൊ ബാക്കി ഇത്രയും കൂടെ കണ്ടുപിടിച്ചാൽ പോരെ? ഇത്രയും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം മിനിറ്റ് ഹാൻഡ് എത്ര മിനിറ്റ്, അല്ല അവർ ഹാൻഡ് എത്ര മാത്രം ചേഞ്ച് ആയിട്ടുണ്ടാവും? 20 മിനിറ്റ് അല്ലേ ട്രാവൽ ചെയ്തേക്കുന്നത്. അപ്പൊ 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 30. അപ്പൊ എത്ര ആയിരിക്കും? 10 ഡിഗ്രി ആയിരിക്കും ആര് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? അവർ ഹാൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുക, ശരിയല്ലേ? കാരണം 20 മിനിറ്റ് എന്ന് പറയുമ്പം എത്ര വ്യത്യാസമാണ് ആർക്കുണ്ടാവുന്നത്? അവർ ഹാൻഡിനുണ്ടാവുന്നതെന്ന് പറയണം. അപ്പൊ എത്ര വ്യത്യാസമായിരിക്കും? 20 മിനിറ്റ് എന്ന് പറയുമ്പം 20ന്റെ പകുതി 20/2 എത്ര വരുന്നത്? 10 ഡിഗ്രി ആയിരിക്കും ആർക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക? അവർ ഹാൻഡിന് ചേഞ്ച് ഉണ്ടായിരിക്കുക. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 20 ഡിഗ്രി ആയിരിക്കുമല്ലോ ബാക്കി റിമൈനിങ്. അപ്പൊ ടോട്ടൽ സമയം, ടോട്ടൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? ഈ 30, ഈ 20 ചേർത്ത് എത്ര ആയിരിക്കും വരുന്നത്? 80 ഡിഗ്രി ആയിരിക്കും വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. പറഞ്ഞ മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പൊ എന്ത് ചെയ്തു? ക്ലോക്ക് അങ്ങോട്ട് എടുത്തു. 1:20 എന്ന് പറഞ്ഞപ്പം മിനിറ്റ് ഹാൻഡ് 4ന്റെ അവിടെ വരച്ചു, അവർ ഹാൻഡ് എവിടെ വരച്ചു? അവർ ഹാൻഡ് ഇതാ 1ൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറി വരച്ചു. ഒരു പാർട്ട് എത്ര? 3, 4, 30. ഈ ഒരു പാർട്ട് എത്ര? 30 ഡിഗ്രി. 30, 60. ഈ ബാക്കി വരുന്ന എത്ര? 20 ഡിഗ്രി. 80 ഡിഗ്രി സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു. ഇനി ഇതിനൊരു ഫോർമുല മെത്തേഡ് കൂടിയുണ്ട്. ഇതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് 30h മൈനസ് 11/2 ഇൻറ്റു എം എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. എച്ച് കാണിക്കുന്ന അവറിനെയാണ്, എം കാണിക്കുന്നത് മിനിറ്റിനെയാണ്. അപ്പൊ ഇവിടെ 30 ഇൻറ്റു അവർ എത്ര? 1 മൈനസ് 11/2 ഇൻറ്റു എം, എം എത്ര? 20. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും മക്കളെ? 30 ഇൻറ്റു 1 30 മൈനസ് 11 ഇൻറ്റു 2ഉം 20 കൂടെ വെട്ടുമ്പോൾ 10 കിട്ടും. അപ്പൊ അതാ 11 ഇൻറ്റു 10 അല്ലേ? അപ്പൊ നമുക്ക് മോഡുലസ് ഓഫ് 30 മൈനസ് 110. എന്തോ ഈ സിമ്പിൾ എന്തുവാ? മോഡുലസ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ വന്നാലും പോസിറ്റീവ് വാല്യൂ എടുക്കാവൂ. അപ്പൊ 30 മൈനസ് 110, അപ്പൊ മൈനസ് 80 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് വാല്യൂ എടുക്കാവൂ. എത്ര? പ്ലസ് 80. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടി. എത്ര കിട്ടി? 80 എന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടിലെ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ലോജിക് ഉള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ആ ക്ലോക്കിന്റെ ഒരു ഐഡിയയിൽ നിന്ന് കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ മനസ്സിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞത് കത്തിയോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പറഞ്ഞ് മനസ്സിലായോ? ചെയ്യിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേ മക്കളെ. നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തേ.
അങ്ങനെ നോട്ട് ചെയ്താൽ നമുക്ക് അടുത്ത ഏതാനും ചില ക്വസ്റ്റ്യനുകളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്യണം. എല്ലാവരും നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തല്ലോ? ഓക്കെ. ഇനി ഞാൻ ഒരു സമയവും കൂടെ ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട്. ഇത് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഞാനിതൊന്ന് എറൈസ് ചെയ്യുവാണേ. ടൈം എന്ന് പറയുന്നത് ഞാൻ വേറൊരു ടൈം എടുത്തു, 2:25. 2:25 എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ക്ലോക്ക് വരയ്ക്കുവാണെങ്കിൽ ചുമ്മാ ഒരു ക്ലോക്ക് ഞാൻ വരയ്ക്കുന്നു. ഷേപ്പ് ഒന്നും നിങ്ങൾ നോക്കണ്ട. 12 ആരാണ്? 3 6 9 1 2 4 5 7 8 10 11. എടാ 2:25. 2:25 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് മിനിറ്റ് ഹാൻഡ് ഇവിടെ അയക്കും. 2-ൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? 2-ൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് 3-ന്റെ അടുത്ത് എത്തിക്കാണത്തില്ല, കുറച്ച് മാത്രമേ മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ മൂവ് ചെയ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. എടാ ഇത് 30 ഉണ്ട്, ഇത് 30 ഉണ്ട്. 25 അല്ലടാ മൂവ് ചെയ്ത്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ന്റെ പകുതി എടുക്കണം. എത്ര? 12.5. അപ്പോൾ എത്ര ഡിഗ്രിയാണ് മൂവ് ചെയ്തതെന്ന് കിട്ടും. ഇവിടെ എത്രയാണ് മൂവ് ചെയ്തത്? 12.5 ഡിഗ്രി മൂവ് ചെയ്തത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 17.5 ഡിഗ്രി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് 30 30 60 17.5 30 + 30 + 17.5 നമുക്ക് ഉത്തരം എത്ര കിട്ടും? 77.5 ഡിഗ്രി എന്ന് കിട്ടും. പറഞ്ഞ മനസ്സിലായോ? ഒരു കാൽക്കുലേഷനും ആവശ്യമില്ല. സിമ്പിളായിട്ട് മനക്കണക്കിൽ നമുക്കിത് കിട്ടുന്നതേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇനി അതല്ലാത്തവരുണ്ട്. ചിലർ പറയും സാർ ഞാൻ ആംഗിൾ കണ്ടുപിടിക്കുന്നത് 30h - 11/2 × m എന്ന് പറയുന്ന ഫോർമുലയിൽ നിന്നാണ്. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 30 × 2 - 11/2 × m. m എത്ര? 25. മറ്റേടത്ത് നമുക്ക് 20 ആയതുകൊണ്ട് പെട്ടെന്ന് 10 എഴുതാൻ പറ്റി. ഇവിടെ നോക്കൂ മക്കളെ, 60 - 2 25 കൂടെ ഗുണിക്കുമ്പോൾ 12.5. ഇവിടെ ഫ്രാക്ഷൻ ആയി. 11 × 12.5. അപ്പോൾ അതൊന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 125 × 11 ചെയ്തേ മക്കളെ എത്ര കിട്ടും? 125 125. നമുക്ക് കിട്ടുന്നത് 5 7 3 1 137.5 എന്ന് കിട്ടും. അപ്പോൾ 60 - 137.5. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 77.5 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പം മൈനസ് വാല്യൂ എടുക്കേണ്ട ആവശ്യമില്ല. മോഡുലസ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? 77.5 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഈ മെത്തേഡ് വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, ഈ മെത്തേഡ് വേണ്ടവർക്ക് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മനക്കണക്കിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് ആ മെത്തേഡിൽ ചെയ്തോളുക. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ 2 hands ഓഫ് ദ ക്ലോക്ക് ഓഫ് ദി സെയിം വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഷോൺ ബൈ ദ ക്ലോക്ക് ഈസ് 8 PM? 8 മണിയാണ് കാണിക്കുന്നത്. ഞാൻ 8 മണി കാണിക്കുകയാണേ. 12 3 9 അല്ല 6 9 1 2 4 5 7 8 10 11. സമയം നമ്മുടേത് വന്നിരിക്കുന്നത് എത്ര മണിയാണ് മക്കളെ? 8 മണിയാണ് വന്നിരിക്കുന്നത്. 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റ് ഹാൻഡ് ഇവിടെ വയ്ക്കുന്നു, അവർ ഹാൻഡ് 8-ൻ്റെ അല്ല അവർ ഹാൻഡ് ഇവിടെ, അവർ ഹാൻഡ് കറക്റ്റ് 8-ൻ്റെ അടുത്താണ് വരുന്നത്. മിനിറ്റ് ഹാൻഡ് ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 30 ഇവിടെ 30 ഇത് 30 ഇത് 30. അപ്പോൾ ഇവിടെ കറക്റ്റ് കംപ്ലീഷൻ രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എത്ര വരുന്നത്? 30 30 60 60 30 90 90 30 120 അല്ലേ? ആൻസർ വളരെ 120 ഉണ്ടോ? ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. പറഞ്ഞു മനസ്സിലായോ? വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഷോൺ ബൈ ദ ക്ലോക്ക് ഈസ് 8 PM? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആംഗിൾ കണ്ടുപിടിച്ചു. ഇത് കൺഫ്യൂഷൻ ഒന്നും വരരുത്. എന്ത് ചെയ്യുക? അതുപോലെ തന്നെ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ആംഗിളാണ് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ 2 ആംഗിൾ വന്നിട്ടുണ്ട് കണ്ടോ? ഇതിൻ്റെ റിഫ്ലക്സ് ആംഗിൾ ഇവിടെ ഉണ്ട്. ഈ ആംഗിൾ അല്ല കണ്ടുപിടിക്കേണ്ടത്, മറിച്ച് എന്താണ്? ഈ ആംഗിളാണ്. റിഫ്ലക്സ് ആംഗിൾ ചോദിക്കുവാണെങ്കിൽ മാത്രമേ ഈ ആംഗിൾ വലിയ ആംഗിൾ കണ്ടുപിടിക്കാവൂ. അല്ലാതെ നോർമലി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ ചെറിയ ആംഗിൾ അക്യൂട്ട് ആംഗിൾ ഈ കൊച്ചു ആംഗിൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. എത്രയാണ് വരുന്നത്? 120. കൺഫ്യൂഷൻ വല്ലതും ഉണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. 6:45 സമയം, 6:45 PM. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ സ്മാളർ ആംഗിൾ ഫ്രം ദ, ഇവിടെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട് എന്ത്? സ്മാളർ ആംഗിൾ ഫ്രം ദ 2 ആംഗിൾസ് ഫോംഡ് ബിറ്റ്വീൻ ദ അവർ ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? എന്ത് കണ്ടുപിടിക്കാനാണ് മക്കളെ പറഞ്ഞത്?
വളരെ കൃത്യമായിട്ട് നമ്മൾ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇനി ഞാൻ ഒന്ന് കണ്ടുപിടിക്കാം. അതാ നോക്കൂ, 12, 3, 6, 9, 1, 2, 4, 5, 7, 8, 10, 11. കണ്ടോ എത്ര? 6:45 അല്ലടാ. 45 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഇത് ഇവിടെ ആയിരിക്കും ഇതിൽ നിൽക്കുന്നത്. മിനിറ്റ് ഹാൻഡ് എപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഇനി 6:45 എന്ന് പറയുമ്പോൾ അവർ ഹാൻഡ് 6-ൽ നിന്ന് എവിടോട്ട് വരാറായി? 7-ന്റെ അടുത്തോട്ട് എത്താറായില്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര? പറഞ്ഞേ. ഇവിടുത്തെ 30 ഉണ്ട്, ഇവിടുത്തെ 30 ഉണ്ട്. 45 എന്ന് പറയുമ്പോൾ എത്ര വരും? 45-ന്റെ പകുതി. 45-ന്റെ പകുതി എന്ന് വെച്ചാൽ 22.5. 22.5 ഇവിടെയും. ബാക്കി ഇനി 7-ന്റെ അടുത്തോട്ട് വരാൻ എത്രയുണ്ട്? 7.5 ഉണ്ട്. അപ്പോൾ ഉത്തരം ഈ ആംഗിൾ അല്ലേ കിട്ടേണ്ടത്. അപ്പം 30, 60, ഈ 7.5. അപ്പോൾ എത്ര കിട്ടും? 67.5 ഉണ്ടോ? വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലെത്തി. ഒരു ഫോർമുലയുടെ ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായോ? ഫോർമുല വെച്ച് ഇവിടെ ഡയറക്റ്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ ഇവിടെ വലിയ ആംഗിൾ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഫോർമുല വെച്ച് നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുമ്പം ഈ ആംഗിൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. അപ്പം ഫോർമുലയൊന്നും വേണ്ട. എന്ത് ചെയ്യുക? വളരെ നിങ്ങൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ, അതായത് ഫോർമുല എന്ന് ഉദ്ദേശിച്ച് ഏതാണെന്ന് മനസ്സിലായോ? അതായത് മോഡുലസ് ഓഫ് 30h മൈനസ് 11/2 ഇൻറ്റു എം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ 180ക്കാൾ മേളിലാണെങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ പിന്നെന്താണ് 180 ആണെങ്കിൽ, നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്സ് ആംഗിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് വലിയ വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 360 ഡിഗ്രിയിൽ നിന്ന് അത് കുറച്ചിട്ട് വേണം ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ 180 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയത് 240 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ തീറ്റ ഇസിക്കൽ ടു നിങ്ങൾക്ക് കിട്ടിയത് 240 ഡിഗ്രിയാണ്. അപ്പോൾ അതെന്താണ്? 240 ഡിഗ്രി 180-നേക്കാൾ കൂടുതലല്ലേ? 180-യേക്കാൾ കൂടുതലല്ലേ? അപ്പോൾ 180-യേക്കാൾ കൂടുതൽ വരുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? 360-ൽ നിന്ന് കുറച്ചെഴുതണം. 360-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മക്കളെ? 120 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. പറഞ്ഞ മനസ്സിലായോ? 120 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടും. അതാണ് ഞാൻ വേണമെങ്കിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആ രീതിയിലൊന്ന് പറയാം. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എത്ര കിട്ടിയത്? 120. ഇത് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ എത്ര മക്കളെ വരുന്നത്? 30h മൈനസ് 11/2 ഇൻറ്റു എം. അപ്പോൾ ഇവിടെ 8 മണിയല്ലേ? 8.0 അല്ലേ? അപ്പോൾ 30 ഇൻറ്റു 8 മൈനസ് 11/2 ഇൻറ്റു മിനിറ്റ് ഇവിടെ 0 അപ്പോൾ ഉത്തരം എത്ര വരും? 240 എന്നല്ലടാ ഉത്തരം വരുന്നത്. 240. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ഏത് ആംഗിളാണ് എടുത്തത്? ചെറിയ ആംഗിളാണ് എടുത്തത്. പക്ഷെ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ വരുന്ന ആംഗിൾ എത്ര? 240 അല്ലേടാ അപ്പുറത്തെ സൈഡിൽ വരുന്ന ആംഗിൾ. അപ്പം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന റിഫ്ലക്സ് ആംഗിൾ ആണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ആംഗിൾ ആയിരിക്കും കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ആക്ച്വൽ ആൻസർ കിട്ടാൻ വേണ്ടി എന്തോ ചെയ്യണം? ആക്ച്വൽ ആൻസർ കിട്ടാൻ വേണ്ടി 360-ൽ നിന്ന് ഈ 240 അങ്ങ് കുറയ്ക്കണം. അപ്പം നമുക്ക് കിട്ടി 120. അപ്പം എപ്പോഴും എന്താണ് റിഫ്ലക്സ് ആംഗിളിൽ നിന്ന് എന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം എന്ത് ചെയ്താൽ മതി? വലിയ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. അല്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്താൽ മതി? ചെറിയ ആംഗിൾ നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇവിടെ ഇപ്പം നമ്മൾ എന്തോ കണ്ടെത്തിയത്? ചെറിയ ആംഗിൾ അല്ലേ കണ്ടെത്തി. ഇതിന്റെ ഇപ്പുറത്ത് വേറെ ആംഗിൾ ഉണ്ടല്ലോ, ഈ വലിയ ആംഗിൾ. ആ വലിയ ആംഗിൾ ആവശ്യമില്ല. ഓപ്ഷനകത്ത് എന്താ വന്നേക്കുന്നത്? ചെറിയ ആംഗിളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പം 67.5 എന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കിട്ടിയ വലിയ വാല്യൂവിനെ 360-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 67.5 എന്നുള്ള ഈ ചെറിയ ഡിഗ്രി കിട്ടും. ഞാൻ പറഞ്ഞത് കത്തിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. സമയം 3:25. ഒരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്ക് ക്ലോക്ക് വെച്ച് പെട്ടെന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. 12, 3, 6, 9 എന്താ വരും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ക്ലോക്ക് ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി എത്ര സമയം പറഞ്ഞേക്കാൻ? എത്ര? 3:25. 3:25 എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് 5-ന്റെ അടുത്താണ് മിനിറ്റ് സൂചിക്കുന്നത്. തർക്കമൊന്നുമില്ല. 3-ൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ടാവും. കാരണം എന്താ? 25 അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമാണ്. 3:25 ഇവിടെ 30 ഉണ്ട്. ഈ ബാക്കിയുള്ളത് കണ്ടെത്തിയാൽ മതി. ഈ ഒരു പാർട്ട് കണ്ടെത്തിയാൽ മതി. 25 അല്ലേ മൂവ്മെന്റ് ചെയ്തേക്കുന്നത്? 25-ന്റെ പകുതി എത്ര വരും? 12.5-ന്റെ മൂവ്മെന്റ് ആര് നടത്തിയിട്ടുണ്ട്? അവർ ഹാൻഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര വരും? 17.5 ആയിരിക്കത്തില്ലേ മക്കളെ?
17.5 12.5 കൊടുക്കുമ്പോൾ 3 to 4 വരുന്ന 30 ഡിഗ്രി വരും. അപ്പോൾ 17.5 30 എത്ര കിട്ടും? 30 പ്ലസ് 17.5 ഡിഗ്രി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 47.5 ഡിഗ്രി. വളരെ സിമ്പിളായിട്ട് ഉത്തരത്തിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? ഇനി ഈ രീതി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? ഏത് ഫോമുല? 30h മൈനസ് 11/2 ഇൻറ്റു എം. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് നോക്ക്. 30h 30 ഇൻറ്റു 3 മൈനസ് 11/2 ഇൻറ്റു എം. എം എത്ര മക്കളെ വന്നേക്കുന്നത്? 25. അപ്പം 30 ഇൻറ്റു 3 എന്ന് പറയുമ്പം 90 മൈനസ് 11 ഇൻറ്റു 2 എന്ന് പറയുമ്പം 137.12.5 വരത്തില്ലേ? പകുതിയല്ലേ ഇവിടെ വരുന്നത്. 11 ഇൻറ്റു 12.5 ചെയ്യുമ്പോൾ 137.5 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? -47.5. ആൻസർ എത്ര കിട്ടി? 47.5. ഇവിടെ ചെറിയ വാല്യൂ തന്നെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യം ഓർക്കണം. നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 180 കൂടുതലുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 180 കൂടുതലുള്ള വാല്യൂ ആണ് വരുന്നതെങ്കിൽ 360 നിന്ന് കുറച്ച് വരുന്ന വാല്യൂ വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ കത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സാധനമാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഷോർട്ടായിട്ട് ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഓർത്തു വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മിറർ ഇമേജ് കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ. മിറർ ഇമേജ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന ആംഗിൾ 11 മണിയേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുന്ന വാല്യൂ ആയിരിക്കും റിയൽ എന്തെന്ന് പറയുന്നത്, പിന്നെ ഇമേജ് എന്ന് പറയുന്നത്. ടൈം ലെസ് ദാൻ അല്ല, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണ്. ടൈം ഗ്രേറ്റർ ദാൻ 11 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിൽ നിന്ന് കുറയ്ക്കണം? തരുന്ന വാല്യൂവിനെ 23.60 കുറയ്ക്കണം. ഇപ്പം മിററിൽ കാണുന്ന വാല്യൂ 3:15 ആണ് സമയം. മിററിൽ കാണുന്ന ക്ലോക്കിലെ സമയം 3:15 ആണ്. എന്താണ് റിയൽ ടൈം? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3:15 എന്ന് വെച്ചാൽ 11 മണിയേക്കാൾ കുറവല്ലേ? അപ്പോൾ 11:60 നിങ്ങൾ കുറയ്ക്കണം. 3:15 എത്ര കിട്ടും മക്കളെ? 45.8. റിയൽ സമയം എത്ര? 8:45. കത്തിയോ നിങ്ങൾക്ക്? ഇനി അടുത്ത എന്താ? 11:40 എന്ന് പറഞ്ഞ സമയമാണ് ഇപ്പം മിററിൽ കാണുന്നത്. റിയൽ ടൈം എത്ര ആണ്? അപ്പോൾ എന്ത് ചെയ്യണം? 23:60 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് ഈ 11:40 കുറയ്ക്കുക. അപ്പം നിങ്ങൾക്ക് എത്ര കിട്ടും? 20 പിന്നെ 2 12:20 ആയിരിക്കും എന്തെന്ന് പറയുന്നത് റിയൽ ടൈം എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കത്തിയോ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്ന ക്വസ്റ്റ്യൻ മിററിൽ കാണുന്ന ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യനകത്ത് തരുന്നത്. തന്നതിന് ശേഷം വാട്ട് ഈസ് ദ റിയൽ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ തരുന്ന ടൈം നോക്കുക. അത് 11 മണിയേക്കാൾ ചെറിയ സമയമാണെങ്കിൽ 11:60 നിന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിയൽ ടൈം കിട്ടും. ഇനി തരുന്ന സമയം 11 മണിയേക്കാൾ കൂടുതലാണെങ്കിൽ 23:60 നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റിയൽ ടൈം കിട്ടും. സംഭവം കത്തിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. വെൻ ലുക്കിംഗ് ഇൻ ദ മിറർ ദ ക്ലോക്ക് ഷോസ് 8:30. വാട്ട് ഈസ് ദ ആക്ച്വൽ ടൈം? ഇപ്പം നമുക്ക് എത്ര? 11:60 നിന്ന് 8:30 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. 3:30 ആയിരിക്കും നമ്മുടെ റിയൽ ടൈം. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കത്തിയോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് 1-2 ടെക്നിക്കൽ, അതായത് ക്ലോക്ക് വരച്ച് പെട്ടെന്ന് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് പറഞ്ഞു, ഒരു ഫോർമുല പറഞ്ഞു, അതുപോലെ മിറർ ഇമേജിൽ വരുന്ന ക്ലോക്ക് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. പിന്നെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു സാധനമാണ് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ഈ ഒരു പ്രത്യേകത. 44 ടൈംസ് മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും വരുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നുണ്ട്. 90 ഡിഗ്രി ആംഗിളിൽ 44 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും സ്ട്രെയിറ്റ് ലൈനിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഉത്തരം 44 ടൈംസ്. ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും 90 ഡിഗ്രി ആംഗിളിൽ എത്ര ടൈംസ് വരുന്നുണ്ട് എന്ന് ചോദിച്ചാലും ഉത്തരം എത്രയാണ്? 44 ടൈംസ് ആണ്. കത്തിയല്ലോ നിങ്ങൾക്ക്? ഇനി 22 ടൈംസ് ഉത്തരം വരുന്ന 4 ക്വസ്റ്റ്യൻസ്. മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 22 ടൈംസ് വരുന്നുണ്ട്. മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡ് ഹാൻഡ്സ് ടുഗദർ ഒരുമിച്ച് വരുന്നത് എത്ര ടൈംസ്? അതും 22 ടൈംസ് ആണ്. ഇനി മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും 180 ഡിഗ്രി ആംഗിൾ 180 ഡിഗ്രി ആംഗിളിൽ എത്ര ടൈംസ് വരുന്നുണ്ട്? 22 ടൈംസ് വരുന്നുണ്ട്. അതുപോലെ 0 ഡിഗ്രി ആംഗിളിൽ എത്ര, അതായത് ഒരുമിച്ച് വരുന്ന 0 ഡിഗ്രി ആംഗിളിൽ എത്ര ടൈംസ് വരുന്നുണ്ട്? 22 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ 22 ടൈംസ്,
ഹാൻഡ്സ് ടുഗദർ 22 ടൈംസ്, 180 ഡിഗ്രി 22 ടൈംസ്, 0 ഡിഗ്രി 22 ടൈംസ്. അതുപോലെ തന്നെ 44 ടൈംസ് വരുന്ന സ്ട്രെയിറ്റ് ലൈനിൽ 44 ടൈംസ് വരുന്നുണ്ട്, 90 ഡിഗ്രി ആംഗിളിലും 44 ടൈംസ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. അതുപോലെ സ്റ്റോപ്പ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നു, ആ ക്ലോക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം കറക്റ്റ് ടൈം കാണിക്കും? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒരു ക്ലോക്ക് സ്റ്റോപ്പാണ്, അതിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബാറ്ററി തീർന്ന് സ്റ്റോപ്പായി എന്നിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ടൈം വന്നായിരിക്കുമല്ലോ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എടുക്കുമ്പോൾ, ഒരു 24 hours എടുക്കുമ്പോൾ എത്ര പ്രാവശ്യം ഈ ക്ലോക്കിൽ കറക്റ്റ് സമയം കാണിക്കും? ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, താമസിച്ചതിനകത്ത് ക്ഷമ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുകളെല്ലാം ഓഫ്ലൈൻ അക്കാഡമികളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മക്കളെ. നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും തീർച്ചയായിട്ടും അതിലൂടെ പഠിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് 5 വർഷത്തെ പ്ലേലിസ്റ്റുകൾ അവൈലബിളാണ്. വേറെ ഒരു അക്കാഡമിക്കും കേരളത്തിൽ അത് അവകാശപ്പെടാനില്ലാത്ത ഒരു നേട്ടമാണ്. എല്ലാ ക്ലാസ്സുകളും അതിനകത്തുകൊണ്ട് കൃത്യമായി അത് നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയാശംസകൾ നേരുന്നു. അതുപോലെ എക്സാം കഴിഞ്ഞു പോയവരൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ട്രോൾ ചെയ്യരുത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.